അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഫിറത്തിൻ്റെ പത്തും നമ്മോട് വിട പറയുകയാണ്. ഇന്ന് റമദാനിലെ രണ്ടാമത്തെ പത്തിലെ അവസാന വെള്ളിയാഴ്ച രാവ്. റമദാനിലെ ഓരോ ദിവസവും നമുക്ക് പ്രധാനപ്പെട്ടത് തന്നെയാണ്. വെള്ളിയാഴ്ച രാവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന രാവാണ് വെള്ളിയാഴ്ച രാവ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച രാവും നമുക്ക് എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നേടിയെടുക്കാൻ കഴിയും. റമദാനിലെ ഓരോ ദിവസവും നമ്മൾ ധാരാളമായി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. കാരണം ഇവിടുത്തെ ജീവിതം കുറച്ചു കാലം മാത്രമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് വരാനുള്ള നല്ലൊരു ജീവിതമുണ്ട്. അത് ആലോചിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുക. ഓരോ നിമിഷവും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയും ദിക്റുകൾ ചൊല്ലിയും അള്ളാഹുവിലേക്ക് അടുക്കുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന മീസാനിൽ കൂടുതൽ കനം തൂങ്ങുന്ന ദിക്ർ ധാരാളം ചൊല്ലുക. പടച്ചോനെ അള്ളാഹുവെ, നാളെ മഹ്ശറിൽ കിതാബ് വലത് കൈയിൽ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആമീൻ. ഈ പുണ്യമാക്കപ്പെട്ട റമദാനിൻ്റെ മുഴുവൻ പുണ്യവും നേടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ നാഥ. ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തരണേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ ചെയ്യുന്ന അമലുകൾക്കെല്ലാം അള്ളാഹു പ്രതിഫലം നൽകട്ടെ. ആമീൻ. അശുദ്ധി സമയം നിസ്കരിക്കാൻ പറ്റാത്തവർ ഈ സമയം സ്വലാത്തുകളും ദിക്റുകളും ചൊല്ലുക. ഇരട്ടിയായി പ്രതിഫലം കിട്ടുന്ന രാവുകളാണ്. ധാരാളം ഇബാദത്തുകൾ ചെയ്യുക. ഇന്ന് വെള്ളിയാഴ്ച രാവ്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ശേഷം 3 യാസീൻ ഓതുക. ആദ്യം ഫാത്തിഹ ഓതിയ ശേഷം 3 യാസീൻ ഓതുക. എന്നിട്ട് അള്ളാഹുവിനോട് എന്ത് പ്രയാസമാണോ, എന്ത് ബുദ്ധിമുട്ടാണോ ഉള്ളത്, അല്ലെങ്കിൽ എന്ത് ആഗ്രഹമാണോ ഉള്ളത്, അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇരു കൈയും ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് എന്തായാലും ഉത്തരം ലഭിക്കും. കാരണം യാസീൻ ഓതി എന്താണോ ചോദിക്കുന്നത് അത് അള്ളാഹു നൽകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ഖുർആനിൻ്റെ ഹൃദയമാണ് യാസീൻ. അപ്പോൾ തന്നെ നമുക്ക് അറിയാലോ, ഹൃദയം എന്ന് പറഞ്ഞാൽ അതിന് എത്രമാത്രം മഹത്വമുണ്ട്. ഒരു മനുഷ്യൻ രാവിലെ സുബഹിക്ക് യാസീൻ ഓതിക്കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സന്തോഷം കിട്ടുമെന്നാണ്. ഒരു മനുഷ്യൻ വൈകുന്നേരമാണ് ഓതുന്നതെങ്കിൽ രാവിലെ വരെയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സന്തോഷം കിട്ടും എന്നാണ്. നമുക്ക് മനസ്സിന് സന്തോഷവും റാഹത്തും കിട്ടുന്ന വാക്കുകളും പ്രവൃത്തികളും ഉണ്ടാകുമെന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ഇത് ഓതുമ്പോൾ നമ്മൾ വെറുതെ ഓതിയാൽ പോരാ, നിയ്യത്ത്, ഉറച്ച നിയ്യത്തോടെ ഓതണം. അള്ളാഹുവെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഖുർആനിൻ്റെ ഹൃദയമായ യാസീൻ ഞാൻ ഓതുന്നത് എൻ്റെ ഈ കാര്യം റെഡിയാവാനാണ്, അല്ലെങ്കിൽ എൻ്റെ ഈ രോഗം മാറാനാണ്, അല്ലെങ്കിൽ കടം വീടാനാണ്. അങ്ങനെ നമ്മുടെ മനസ്സിൽ ആ ഒരു നിയ്യത്ത് വേണം. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ നല്ല നിയ്യത്തോടുകൂടി ആത്മവിശ്വാസത്തോടെ കിട്ടും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മുടെ മനസ്സിലുള്ള എന്ത് ആഗ്രഹമായാലും എന്ത് ഉദ്ദേശമായാലും അത് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് 2 കൈയും ഉയർത്തി ചോദിച്ചാൽ യാസീൻ്റെ ബർക്കത്ത് കൊണ്ട് അത് കിട്ടും എന്ന് ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് യാസീൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. ആരുടെ ദുആക്കാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മഗ്‌ഫിറത്തിൻ്റെ പത്തിൽ ചൊല്ലേണ്ട, നമ്മൾ പതിവാക്കേണ്ട ദിക്ർ നമുക്ക് 33 പ്രാവശ്യം ചൊല്ലാം. നമ്മൾ ചൊല്ലുന്ന ഈ ദിക്ർ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. 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 اللهم اغفر لي ذنوبي يا رب العالمين. 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 اللهم اغفر لي ذنوبي يا رب العالمين.
اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.